നമസ്കാരം. ആദരണീയയായ അധ്യക്ഷ ശ്രീമതി ജിഷ യു, PTA പ്രസിഡന്റ്, സ്വാഗതം ആശംസിച്ച നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്, എൻ്റെ ആത്മമിത്രവും, നേരത്തെ ടീച്ചർ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞതുപോലെ കുഞ്ഞു കുഞ്ഞു കലാപ്രവർത്തനങ്ങൾക്ക് വലിയ പ്രോത്സാഹനങ്ങളെന്നും നൽകുന്ന എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള പ്രീതി ടീച്ചർ ഞാൻ ഞെക്കാട് സ്കൂളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രീതി ടീച്ചർ അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഇല്ലക്കമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീധരൻ കുമാർ സാർ, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ രാജേഷ് ആർ, സീനിയർ അധ്യാപകൻ, ഇപ്പോൾ നിങ്ങളോട് വളരെ സൗമ്യവും അല്ലെ ഈ സദസ്സിൽ ചേർന്ന രീതിയിൽ ആത്മബന്ധം പുലർത്തുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിച്ച ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ ശ്രീമതി സ്മിത വിഷ്ണു, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ സജിന NS, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ പ്രസാദ് സി അവർ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന താൻസി MS, സ്റ്റാഫ് സെക്രട്ടറി, ബഹുമാന്യരായിട്ടുള്ള രക്ഷിതാക്കളെ, സ്നേഹമുള്ള അധ്യാപകരായിട്ടുള്ള സുഹൃത്തുക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഈ നിഷ്കളങ്കമായ മുഖങ്ങൾ കൊണ്ട് നമ്മുടെ ഈ കുഞ്ഞു സദസ്സിനെ സന്തോഷിപ്പിക്കുന്ന, കുളിരണിയിപ്പിക്കുന്ന കൊച്ചു പൂമൂട്ടുകളെ, കൊച്ചു മക്കളെ, ഞാൻ എന്തൊക്കെ പറയുന്നു നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇനി അണിയറയിൽ ചിലപ്പോൾ ചില കുട്ടികളുണ്ടാവും, ഡാൻസിന്റെ മേക്കപ്പ് ഒക്കെ നടക്കുകയായിരിക്കും. പിന്നെ ഇനിയും മെരിറ്റ് അവാർഡൊക്കെ ഇവിടെ വാങ്ങാനുണ്ട്, ആ കുട്ടികൾ ഇവിടെ ഉണ്ട്. എന്തായാലും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇത്തരത്തിലുള്ള ഒരു ആഘോഷ നിമിഷത്തിൽ എല്ലാവരും ഹാപ്പിയാണ്. വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ. കാരണം കൊച്ചു കുഞ്ഞുങ്ങളുടെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം അത് വേറൊന്നിനും കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചറെ വിളിച്ചപ്പോഴും എനിക്കിനിപ്പോൾ പരീക്ഷ ഡ്യൂട്ടിയുണ്ട്, പരീക്ഷ നടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പരീക്ഷ ഡ്യൂട്ടിക്ക് പോകണം. എങ്കിലും ഞാൻ വന്നത് നിങ്ങളോട് ഇടപെടുന്നത് എല്ലാവർക്കും എന്നതുപോലെ എനിക്കും വലിയ സന്തോഷമാണ്. ഇപ്പം ഈ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്ന മെരിറ്റ് അവാർഡ് മേടിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആദ്യം തന്നെ ആശംസകൾ നേരുന്നു. ഈ ഒരു 1 തൊട്ട് പ്രീ പ്രൈമറി തൊട്ട് 4ാം ക്ലാസ് വരെയുള്ള ഈ ഒരു വിദ്യാലയത്തിലെ മാത്രമല്ല, നിങ്ങളുടെ വരുംകാല കലാലയ ജീവിതത്തിലെ കലാപ്രവർത്തനങ്ങളിലും സാഹിത്യ പ്രവർത്തനങ്ങളിലും അക്കാദമിക പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു നിലവിളക്കിനെ സാക്ഷിയാക്കി പറയുന്നു. ഈ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നിലവിളക്കിന്റെ തിരുനാളം നിങ്ങളുടെ ഭാവികാല ജീവിതത്തിലും നന്മയിലേക്ക് വഴിതെളിക്കട്ടെ ഈ തിരുനാളം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രായം, ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ ചേർത്താണ് പറയുന്നത്. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് ഓക്കെയാണോ? മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രായത്തിലാണ് നിങ്ങളുള്ളത്. ഏറ്റവും സുഗന്ധമുള്ള, ഏറ്റവും നിഷ്കളങ്കമായ, അല്ലെ, സുഗന്ധപൂരിതമായ നിങ്ങളുടെ ജീവിതത്തിന്റെ മനോഹരമായ പ്രഭാതത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, നിങ്ങളുടെ പ്രായം കടന്നു പോകുന്നത്. ഇപ്പൊ അതിന്റെ വാല്യൂ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ല. നിങ്ങൾ ഇതൊക്കെ കഴിച്ച് പഠിച്ച് വളർന്ന് വലുതായി സ്വാഭാവികമായി വ്യത്യസ്തമായ മേഖലകളിൽ നിങ്ങൾ എത്തിപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അല്ലേ? വിജയങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഇഷ്ടംപോലെ ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഒപ്പം തന്നെ വിഷമങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്ന നിമിഷങ്ങളിൽ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ആശ്വസിക്കാൻ, വേദനകൾക്ക് ഔഷധമാകാൻ മധുരിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന ഇടങ്ങളാണ് വിദ്യാലയങ്ങൾ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വാർഷിക ആഘോഷ നിമിഷങ്ങൾ, കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന നിമിഷങ്ങൾ. ഇന്ന് ഈ വേദിയിൽ ഇവിടെ ഡാൻസോ പാട്ടൊക്കെ അവതരിപ്പിക്കുന്ന എത്ര കുട്ടികളുണ്ടെന്ന് കൈപോക്കിയേ? വരും കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണം.
കാര്യം ഇന്ന് ഈ വേദിയിൽ ഒരു ഡാൻസോ പാട്ടോ അവതരിപ്പിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു മെരിറ്റ് അവാർഡ് വാങ്ങുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഭാവിയിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന് പറയുന്ന തലത്തിലേക്ക് ഉള്ള അന്തരീക്ഷങ്ങളാണ് ഇത്തരത്തിലുള്ള വാർഷിക ആഘോഷങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ സ്കൂൾ വാർഷികങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ നോട്ടീസ് നോക്കി, ഞാൻ വന്നപ്പോൾ പ്രീതി ടീച്ചറിൻ്റെ അടുത്തും പറഞ്ഞു, സ്കൂൾ വാർഷികങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ഈ സ്കൂൾ നേടിയ മികവുകളുടെ ഒരു പ്രദർശനോത്സവം കൂടിയാണ് സ്കൂൾ വാർഷികങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്കൂളിന്റെ മികവെന്ന് പറയുന്നത് നിങ്ങളുടെ മികവാണ്. കുറച്ചുപേരുടെ വന്ന് സമ്മാനം മേടിച്ചു അല്ലേ, പല പല മത്സരത്തിലൊക്കെ പങ്കെടുത്ത് വിജയിച്ചവരാണ് അല്ലേ. ഈ നിമിഷം ഉറക്കും ഫോട്ടോ ഒക്കെ എടുത്തില്ലേ. അപ്പൊ ഇനി ഈ സ്കൂളിന്റെ പരിപാടികളിൽ ചേരാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് എല്ലാ പരിപാടികളിലും ചുമ്മാ അങ്ങ് ചേർന്നേക്കണം കേട്ടോ. ചേരൂ. നേരത്തെ പ്രീതി ടീച്ചർ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ഈ പ്രായം എന്ന് പറയുന്നത് തുമ്പികളെ പോലെ, ചിത്രശലഭങ്ങളെ പോലെ പാറിപ്പറക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ PTA പ്രസിഡന്റ് ഈ തുടങ്ങിയ സമയത്ത് 4 പേരെ ഉണ്ടായിരുന്നു. ഈ സ്കൂളിന്റെ സ്ട്രെങ്ത് കൂട്ടുന്ന ആ ഒരു കഠിന അധ്വാനത്തിന്റെ നാൾവഴികളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ സ്കൂളിന്റെ ഭാഗമായിട്ട് നിങ്ങളത് എല്ലാത്തിലും ചേർന്നേക്കണം. പഴയ പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥയല്ലേ ഇന്നുള്ളത്. ഇന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും ശ്രദ്ധിക്കുന്നില്ല മക്കളെ ഞാൻ പറയുന്നത്, രക്ഷകർത്താവൂടെ കേൾക്കണം. ഇവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ഇന്ന് ആ കഴിവിനെ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ ആവിഷ്കരണ അവസരങ്ങളും ഇന്ന് പൊതുവിദ്യാലയങ്ങളിൽ സംജാതമാണ്. നമ്മളൊന്നും പഠിച്ചപ്പോൾ അങ്ങനെയല്ല. ഇവിടെ ഇരിക്കുന്ന പറഞ്ഞ എൻ്റെ ഏജിലുള്ള നമ്മളൊക്കെ പഠിച്ച സമയത്തൊന്നും ഒരു സൗകര്യമില്ല. ഇന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് ആവിഷ്കരിക്കാനുള്ള പദ്ധതികൾ, അവസരങ്ങൾ ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. മക്കളെ, നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട്. സ്കൂളിലെ നിങ്ങൾ അധ്യാപകരുണ്ട്, HM ഉണ്ട്, സ്കൂൾ അധികൃതരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, നാട്ടുകാരെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ചേരുക ചെയ്താൽ മാത്രം മതി. അത് പറയുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അത് രക്ഷാകർത്താക്കളുടെ കേൾക്കാൻ ഞാൻ പറയാം. നമ്മൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ പരാജയങ്ങൾ പോലും താങ്ങാൻ പറ്റുന്നില്ല. കടുംകൈകൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ സ്കൂളിലെ എല്ലാ മത്സരങ്ങളും നിങ്ങൾ ചേർന്നതോടുകൂടി വിജയവും പരാജയവും നമുക്കുണ്ടാകും. തോറ്റാലും ജയിച്ചാലും ചുമ്മാ അങ്ങ് ചേർന്നേക്കണം അല്ലേ. അപ്പൊ ജയപരാജയങ്ങളിൽ നമ്മൾ വിഷമിക്കാതെ വളർന്നു വരാൻ, എന്തെങ്കിലും ഒരു ചെറിയ പരാജയം വന്നാൽ നമുക്ക് തളർന്നു പോകാതിരിക്കാനുള്ള അംഗക്കളരികൾ കൂടിയാണ് ഇത്തരത്തിലുള്ള വേദികൾ നമുക്ക് ഒരുക്കി തരുന്നത്. ചെറിയ കാര്യമല്ല കേട്ടോ. നിങ്ങൾക്കൊരു വേദിയിൽ വന്ന് എന്തെങ്കിലും ഒരു ചെറിയ പ്രൈസോ ഒരു അപ്രീസിയേഷനോ മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്, നിങ്ങളുടെ വലിയ കഴിവാണ്. അപ്പോൾ പതുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് വരിക. ഓക്കെ. പിന്നെ അധ്യാപകരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരു ചെടിയെ വളർത്തിയെടുക്കുന്ന ശ്രദ്ധയോടുകൂടിയാണ് നിങ്ങൾ ഓരോരുത്തരെയും നിരീക്ഷിക്കുന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ സ്കൂൾ പരിസരവും കണ്ടു, നിങ്ങളെയൊക്കെ നിരീക്ഷിച്ചു. അധ്യാപകർ നിങ്ങളെല്ലാവരെയും നിരീക്ഷിക്കുകയാണ്. പഠനത്തിൽ മിടുക്കരാകുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ചേരുക. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ വിജയിച്ച് കാണണം, വെന്നിക്കൊടി പാലിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ. ഇവിടെ സ്ട്രെങ്ത് കുറവാണെങ്കിലും അല്ലെ കൂടുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അധ്യാപകരാണ് ഈ 4ാം ക്ലാസ്സുകാർ. ഈ വർഷം കഴിയുമ്പോൾ ഇവിടെ പോവുകയാണ് അല്ലെ. 4ാം ക്ലാസ് പഠിക്കുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ? നിങ്ങൾ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കാണുന്നത്. അപ്പൊ ഓടിച്ചെന്ന് അധ്യാപകരെ കണ്ടവര് ഹായ് പറയുമോ? നിങ്ങൾ അധ്യാപകരെ കണ്ട ഓടിച്ചെന്ന് ടീച്ചറെ സുമന്ദരി എന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ട്? വഴിയിൽ എങ്ങനെ വെച്ച് കാണാറുണ്ടോ? അധ്യാപകരെ കാണാറുണ്ട്. ഓടിച്ചെല്ലുന്ന എത്ര പേരുണ്ട്? ടീച്ചർ ചെന്ന് സംസാരിക്കുന്ന, അങ്ങോട്ട് സംസാരിക്കുന്ന എത്ര പേരുണ്ട്? അതിനുള്ള അവസരം വന്നിട്ടില്ലേ? വെരി ഗുഡ്. അപ്പൊ അതാണ് വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾ ഓടിച്ചെന്ന് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ടീച്ചേഴ്സിന് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാവില്ല, നിങ്ങളെ മുഖഷേപ്പൊക്കെ മാറും. ടീച്ചേഴ്സിന് കിട്ടുന്ന സന്തോഷം. അധ്യാപകരുടെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, അധ്യാപകരുടെ ഏറ്റവും വലിയ സമ്പാദ്യം ബാങ്ക് ബാലൻസ് അല്ല, ഈ ഇരിക്കുന്ന നിങ്ങളാണ്. നിങ്ങളാണ് സ്കൂളിന്റെയും അധ്യാപകരുടെയും നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും വീട്ടിന്റെയും നാട്ടിന്റെയും ഒക്കെ ഭാവികാല സമ്പാദ്യം. ഇപ്പോഴും സമ്പാദ്യങ്ങളാണ് അല്ലെ, സമ്പാദ്യം നിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കായി അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന വിനയം നിങ്ങളുടെ ഗുരുത്വമാണ്. ഇപ്പൊ നിങ്ങളെ മുഖത്ത് കാണുന്ന ഈ നിഷ്കളങ്കത ജീവിതത്തിൽ ഒരിക്കലും മാറിപ്പോകാതെ ഇരിക്കട്ടെ എന്ന് അല്പം ഉത്കണ്ഠയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. കാരണം
കുഞ്ഞുങ്ങളുടെ പഠനത്തിന്റെ നാൾവഴിയിൽ എവിടെ വെച്ചാണെന്ന് അറിയില്ല കേട്ടോ. കുട്ടികൾ പലപ്പോഴും ട്രാക്ക് മാറി മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോകും. 10-25 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയുകയാണ്. ടീച്ചർ നേരത്തെ ഇവിടെ ഷോർട്ട് ഫിലിം എടുത്ത കാര്യങ്ങൾ പറഞ്ഞത് സോഷ്യൽ അവയർനെസ് ഉള്ള എൻ്റെ കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ 2 സിനിമ എടുത്തത്. 15 അവാർഡോളം കിട്ടി. വിദ്യാഭ്യാസ മന്ത്രിയാണത് CD റിലീസ് ചെയ്തത്. നിങ്ങളുടെ കഥയാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോ എവിടെ വെച്ചാണെന്ന് അറിയത്തില്ല. നമ്മൾ അധ്യാപകരും രക്ഷിതാക്കളും കൂടുതൽ സമൂഹം അലർട്ടാവേണ്ട കാര്യമാണത്. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല കഴിവുള്ള അറിവുള്ള നല്ല സ്വഭാവമുള്ള പഠനത്തിനേക്കാൾ പ്രധാന സ്വഭാവമാണല്ലോ. കുഞ്ഞുങ്ങൾ ഏത് ട്രാക്കിൽ വെച്ചിട്ടാണ് ഇവര് പെട്ടെന്ന് വഴിമാറി പോകണമെന്ന് അറിയത്തില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അത്തരത്തിൽ നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും, നിങ്ങൾ ഏതുവരെ പഠിക്കുന്നോ ആ സമയത്ത് ഒരിക്കലും നിങ്ങൾ ട്രാക്ക് മാറി സഞ്ചരിക്കാതെ നിങ്ങളുടെ മനസ്സും ഹൃദയവും നിങ്ങളുടെ എനർജിയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള അധിക പ്ലാറ്റ്ഫോമുകളാണ് ഇത്. ഇതൊരു ചെറിയ വേദിയല്ല കേട്ടോ. പഠനത്തിൽ മിടുക്കരാകുന്നതോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ചേരണം. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ എനർജി വേറെ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാതെ നമ്മൾ ഡാൻസിലോ പാട്ടിലോ ചിത്രം വരയ്ക്കലോ ക്രാഫ്റ്റിലോ ഒക്കെ ഇൻവോൾവ് ആകുമ്പോൾ നമ്മളെ കൊച്ചുങ്ങൾക്ക് എന്താണ്, നമ്മൾ വഴിതെറ്റി പോകില്ല. അവരുടെ ചിന്ത ഇതിലോട്ട് പോകും. മനസ്സിലായില്ലേ? അപ്പൊ അത്തരത്തിൽ രക്ഷകർത്താക്കൾ കൂടി മുൻകൈ എടുത്ത് വരും വർഷങ്ങളിലും കുഞ്ഞുങ്ങളെ എല്ലാത്തിലും ചേർക്കണം. ജന്മന കഴിവൊന്നും വേണ്ട കേട്ടോ, ചുമ്മാ അങ്ങനെ ചേരുക. അപ്പൊ നമുക്ക് മറ്റൊന്നിനും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പൊ അത്തരത്തിൽ വേണം നിങ്ങൾ ഇനി ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട്. എന്തായാലും ഇപ്പൊ ഈ സ്കൂളിൽ ഒരു വാർഷികം നടക്കുകയാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ഒത്തിരി ഒരുക്കങ്ങൾ ഉണ്ടായിരിക്കും. അധ്യാപകര്, HM, സ്കൂൾ അധികൃതർ, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, അതിന്റെ ഒരു ശ്രമഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. നേരത്തെ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ, നമുക്ക് അറിയാത്ത ഒരുപാട് പേരുടെ അധ്വാനം ഈ സ്കൂളിന്റെ പിന്നിൽ, വിജയത്തിന്റെ പിന്നിലുണ്ട്. ഈ പ്രദേശത്തിന്റെ വരും വർഷങ്ങളിൽ കൂടുതൽ വിജയങ്ങൾ നേടി നല്ല നല്ല അവാർഡുകൾ വാങ്ങി ഈ സ്കൂള്, എന്റെ മെമ്പറെ എടുത്ത് ചോദിച്ചു, നമുക്ക് എന്തെങ്കിലും പുറത്തോട്ട് കൂടുതൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും പറ്റും. ഒരുപാട് കുട്ടികളൊന്നും വേണ്ട, നമ്മുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ഞാൻ ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം, പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പേരെയും അഭിനന്ദിക്കുകയാണ്. വരും വർഷങ്ങളിൽ ഈ പ്രദേശത്തിന്റെ മാത്രമല്ല അന്യ പ്രദേശത്തു നിന്ന് കൂടി കുട്ടികളുടെ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. അങ്ങനെ ഈ നാടിന്റെ തന്നെ അറിവിന്റെ ഒരു കിടാവിളക്കായി ഈ സ്കൂൾ ഇനിയും വർഷങ്ങളോളം മുന്നേറട്ടെ, അതിന്റെ പ്രശസ്തിയൊക്കെ വർദ്ധിക്കട്ടെ എന്ന് ഞാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെയും അധ്യാപകരെയും PTA എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മക്കളെ കുറെ അറിവുകൾ നേടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ സംസ്കാര സമ്പന്നമാക്കുന്ന നല്ല സ്വഭാവത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളിലൊന്ന് കലയും സാഹിത്യവുമാണ്. ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്ന, മെരിറ്റ് അവാർഡ് വാങ്ങാൻ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.